നടക്കില്ല നടക്കില്ല. എന്റെ വിനോദേട്ടൻ നിങ്ങൾ ഞാൻ പറയുന്ന കേക്ക്. നീ പറയുന്ന എന്തോന്ന് കേൾക്കാനാ? ഒന്ന് പോയവിടുന്ന്. എടാ അല്ലേലും എന്നെ അറിയാവുന്ന ആരെങ്കിലും വന്നിട്ട് ഇത് കണ്ടാണ്ടല്ലോ എന്റെ അവസ്ഥ എന്താവും? അറിയാവുന്ന ആര് വരാൻ ഇങ്ങോട്ട്? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല സോറി, ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞല്ലോട്ടാ, കൈന്ന് പോയതാ. നെഗറ്റീവായിട്ട് ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അത് ഇന്ന് നെഗറ്റീവ് എടുക്കില്ലേന്ന് പറഞ്ഞാ പിന്നെ എന്ത് പോസിറ്റീവ് എടുക്കാൻ? അതല്ല, ഈ ഓഫ് സീസൺ ആയതുകൊണ്ട് ആരും ഇങ്ങോട്ട് വരില്ലെന്ന് ഞാൻ പറഞ്ഞ ചേട്ടാ. നിങ്ങൾ എന്തെങ്കിലും അല്ലേലും നിനക്ക് നിന്റെ കൂട്ടുകാരുടെ കാര്യമാണല്ലോ വലുത്. ഈ സ്റ്റുഡിയോ എങ്ങനെ കൊണ്ടുപോയി നടത്തുന്നതെന്ന് എനിക്ക് മാത്രം അറിയാം. നിങ്ങൾ ഇതിന്റെ ഇടയിൽ ദാരിദ്ര്യം പറയില്ലോട്ടോ. ഒരു അവസരം കിട്ടുമ്പോഴല്ലേ നിന്നോടൊക്കെ ഈ ദാരിദ്ര്യം പറയാൻ പറ്റൂ. ശരി എന്നാ ചെയ്യാം. പക്ഷെ ആ ഫോട്ടോഷൂട്ടിന്റെ കാര്യം നീ ഏറ്റവും അതൊക്കെ ഞാൻ അതൊക്കെ ചെയ്യാം. ചേട്ടൻ പഠിപ്പിച്ച ആരും നീറ്റായിട്ട് ചെയ്തോളാം. ആക്ടിംഗ് അല്ലേ? അത് ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്യും. അത് മതി. പക്ഷേ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എന്തിന്? ഞാൻ പഠിപ്പിച്ചെന്ന കാര്യം അതേപോലെ തന്നെ ചെയ്താൽ മതി, വേറൊരു കാര്യമില്ല. അതല്ല, എന്റെ റിയലിസ്റ്റിക് ആക്ടിങ്ങിന്റെ കൂടെ നിനക്ക് പിടിച്ചേക്കാൻ പറ്റുമോ എന്നാണ് എന്റെ പേടി. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഇവനെന്താ ഇവിടെ? വേലക്കാരനാണെങ്കിൽ ഇവനോട് പാർട്ട് ടൈം ആയിട്ട് ക്യാമറമാനായിട്ടും കൂടെ. ക്യാമറമാനോ? ഇവനെ പറഞ്ഞു വീട്ടിലേക്ക് വിട്ടെ, രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അവനെ ഞാൻ കുറച്ച് ജോലി അത് ചെയ്തിട്ട് നോക്കട്ടെ. പാവല്ലേ പാവല്ലേ. ഓ നിന്റെ കാശ് എന്റെ പണിക്കാർ കൊള്ളാലോ. ഇതിന്റെ സ്വന്തം സ്റ്റുഡിയോ ആണെന്നാ നീ പറഞ്ഞേ? വെൽക്കം. വെൽക്കം സർ. ഹായ് സർ. ഇതാരടാ? ഇതെന്റെ സ്റ്റുഡിയോ മാനേജറാണ് വിനോദ്. എന്താ വിനോദ്, സുഖല്ലേ? സുഖമായിട്ട് പോകുന്നു സർ. വർക്കൊക്കെ എങ്ങനെ നടക്കുന്നു? നന്നായിട്ട് നടക്കുന്നുണ്ട് സർ. നമ്മുടെ ലോട്ടസ് ഇന്റർനാഷണൽ വേണ്ടി ചെയ്ത അഡ്വർടൈസ്മെന്റ് ഇല്ലേ? ഏത് ലോട്ടസ്? ലോട്ടസ്. അതിന്റേതോ? അതിന്റെ പേയ്മെന്റ് എന്തായി? പേയ്മെന്റ് എന്തായി? കിട്ടിയോ? കിട്ടും. അപ്പൊ അത് ഇതുവരെ കിട്ടിയില്ലേ? കിട്ടിയില്ല. ഓ ഗോഷ്, അതാൻ അവരൊന്നും വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നില്ല. കം ഓൺ. അവിടെ ഇവിടെ നോക്കി ചോദിച്ചതിന് മറുപടി പറയണോ? ഞാൻ ഫോളോ ഇപ്പൊ ചെയ്യും സാർ. എടോ താനൊക്കെ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുകയാണ്? എന്റെ കാശ് പിടിപ്പിക്കാനാണോ തന്നെയൊക്കെ ഇവിടെ നിർത്തിയിരിക്കുന്നത്? അങ്ങനെ ചോദിക്കടാ. സർ, അത് ഈ ലോട്ടസ് ഇന്റർനാഷണലിന്റെ CEO 2 ആഴ്ച മുമ്പാണ് മാറിയത്. അപ്പൊ അവരുടെ ഫണ്ടിങ് ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പെട്ടെന്ന് തന്നെ നമ്മുടെ പേയ്മെന്റ് കിട്ടും സർ. ഇവന് വിവരമുണ്ടാ? എടാ ഇവനെ മാനേജറാക്കി എന്നിട്ട് അവനെ തട്ട്. എന്താ? അല്ല, ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചാണ്. പ്രാർത്ഥിച്ചോട്ടെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഷൂട്ട് നടക്കട്ടെ. നമുക്ക് പോവാം. നമ്മൾ വെറുതെ അതെ. നിങ്ങൾ കിട്ടോ? ഞാനേ ഇതുവരെ ഫോട്ടോഷൂട്ട് കണ്ടിട്ടില്ല. ഒന്ന് നോക്കട്ടെ. അവനെ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാണ്? നീ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എന്റെ വർക്ക് എടുക്കണം. ദേവനാശേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ക്ലയന്റ് അങ്ങാനും പിണങ്ങി പോയാലുണ്ടല്ലോ, രണ്ടിനെയും വെച്ചേക്കത്തില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കണം. കേൾക്കില്ല. എന്നാ പിന്നെ ഞാൻ പറയാം. ഞാൻ എന്താ പറയണ്ടത്? സമാധാനം നമുക്ക് തുടങ്ങാട്ടോ. സോറി. എന്ത് കഫേ? ഏത് കഫേ? അവനോടൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടില്ലേ? എങ്കിലേ സാർ മനഃപൂർവ്വം പറയാത്ത അങ്ങോട്ടും കൊണ്ടുപോകാൻ പറ. അവിടെ എന്ത് ഇത്ര പ്രത്യേകത? അവിടെയല്ലേ കൊച്ചിയിലെ സകലമാന ചിക്സും വരുന്നത്. സാറ് വേണ്ടെന്നേ പറയുള്ളൂ, നിർബന്ധിച്ച് സമ്മതിപ്പിച്ചോളാം. ആ കാര്യം ഞാൻ ഏറ്റു. എടാ ദീപു, എടാ നമുക്ക് നിങ്ങളുടെ കഫയില്ലേ അവിടെ പോവാം. ഞങ്ങള് പോവാണ്. ഓക്കെ സാർ, ഞങ്ങള് പോവാണ്. ഇത് നിന്റെ സ്വന്തമാണോ? സ്വന്തം പോലെയാണ്. ആക്ച്വലി ഇന്ന് എനിക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്.
ഒരു എഴുത്തുകാരൻ എന്നെ കാണാൻ വേണ്ടി കുറേ ദിവസം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കഥ പറയാൻ. പിന്നെ ഞാൻ ഇന്നൊരു അപ്പോയിൻമെന്റ് അങ്ങ് കൊടുത്തു. ഹലോ ദീപൻ സാർ, സാറിന് ഇപ്പൊ ഈ വഴിക്കൊന്നും കാണാറേ ഇല്ല അല്ലേ? അത് തന്നെ, സാറിപ്പോ ഈ വഴി വരാറേ ഇല്ല. ഇപ്പോഴെങ്കിലും പാവപ്പെട്ടവരെ ഓർത്തല്ലോ. ഇതത് സിനിമ കേട്ട ഡയലോഗ് പോലില്ലേ? പോടാ, അവർ ഇമോഷണലായി സംസാരിക്കും. എന്താ കൂട്ടാ? കഴിഞ്ഞ ഓണത്തെ കൂടി കൂട്ടി 350 ആയിട്ടാ. അതൊക്കെ പിന്നെ സാർ ഇപ്പൊ ഭയങ്കര തിരക്കിലല്ലടാ. സാറാ നിങ്ങട് വന്നേ, ഒരു കാര്യം പറയട്ടെ. അതൊക്കെ പിന്നെ മതി കൂട്ടാ, സാരില്ല. പാവപ്പെട്ട പയ്യനാ. എന്താ ഇത്? അത് ഞാൻ എല്ലാ തവണ ഇവിടെ വരുമ്പോഴും അവന് വെറുതെ കാശ് കടം കൊടുത്തോണ്ടിരിക്കും. അതിന്റെ ഒരു കടപ്പാട് ഇങ്ങനെ. അതാണ്. പക്ഷെ അവനെ കണ്ടിട്ട് നീ അങ്ങോട്ട് കൊടുക്കാനുള്ള പോലെ ആണല്ലോ തോന്നുന്നത്. ഒന്നും പോടാ അവിടുന്ന്. അവന് പിന്നെയും തമാശ. ഞാൻ പറഞ്ഞ അങ്ങോട്ട് ചെയ്താ മതി, മനസ്സിലായോ? ചെല്ലുകൊള്ളു. മനസ്സിലായേ? ഗുഡ് മോർണിംഗ് ദീപക് സാർ. സാറിന് സുഖല്ലേ? സുഖം, ഇതൊരൊക്കെയാണ്. ഈ സാറുണ്ടല്ലോ ഒരു മഹാനാണ് സാർ. ഇവിടെ എപ്പോ വന്നാലും വെറുതെ ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ലേ പോലും എനിക്ക് 100 രൂപയെങ്കിലും തരും വെറുതെ. പാവപ്പെട്ടവരാകുമ്പോ സത്യം. ഇവനാ ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് എത്ര രൂപ കൊടുക്കാനെന്നറിയോ? ഇതുവരെ എന്റെ അടുത്ത് ഒറ്റ പൈസ വെച്ചിട്ടില്ല. അത് കാര്യം ഞാൻ പറഞ്ഞില്ലേ, പാവപ്പെട്ടവനാണ്. എനിക്ക് പണ്ടത്തെ പോലല്ല, പാവപ്പെട്ടവരെ കണ്ട അപ്പ കാശ് കൊടുക്കാൻ തോന്നും. എന്നാ നീ ഇവനൊരു 500 കൊടുക്ക്. 500 രൂപ? 500 രൂപയൊക്കെ ഉണ്ടാവുന്നതാണ്. ഇപ്പം ഡിജിറ്റൽ ഇന്ത്യ ഒക്കെ അല്ലേ? അതിന്റെ അകത്തുണ്ട്, ഞാൻ കണ്ട്. വലിയ ഭാരം. സാറിനെന്താ വേണ്ട കഴിക്കാൻ? എനിക്കൊരു തണുത്ത കോഫി. എനക്കോടാ ചൂട് വെള്ളം കിട്ടും. പോയിട്ടോ ഇപ്പൊ കൊണ്ടുവരാ സാർ. 500 രൂപ സൂക്ഷിച്ച് ചെലവാക്കണം. എനിക്കൊരു സംശയമുണ്ട്. എന്താണ്? നമോഭാഗം മഹാത്മൻ. ദീപക് സാർ ആരാണ്? ഞാൻ പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ കോട്ടപ്പുറം ജോസഫ്. ഞാനാണ് സാറിനെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്. ഒരു മര്യാദ വേണ്ടടോ. ഇത്ര തിരക്കുള്ള ആളിനെ കാണാൻ വരുമ്പോ കുറച്ച് നേരത്തെ വന്നൂടെ? അത് സാരില്ല, അത് സാരില്ല. കോട്ടപ്പുറം പറയും. പറ. ഞാൻ സാറിൻ്റെ അടുത്തൊരു അപേക്ഷയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ അപേക്ഷ? സാർ എൻ്റെ പ്രശസ്ത നോവൽ വേലിക്കപ്പുറത്താർ എന്നതിൻ്റെ തിരക്കഥ സാർ എനിക്ക് എഴുതി തരണം. ഞാൻ എന്താ പറയാ? നോക്കൂ മിസ്റ്റർ കോട്ടപ്പുറം. ശ്രീ കോട്ടപ്പുറം ജോസഫ്. നോക്കൂ മിസ്റ്റർ ശ്രീ കോട്ടപ്പുറം ജോസഫ്, ഞാനിവിടെ ഒരുപാട് കമ്മിറ്റ്മെന്റ്സിന്റെ നടുക്കാണ്. ഇപ്പോ രാജുകാര് തന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടൊരു തിരക്കഥ ചോദിച്ചിട്ട് എനിക്ക് അതുപോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആരാ ഈ രാജുകാര്? ഓ, മൗലി, രാജമൗലി. സാർ അപ്പൊ എൻ്റെ വേലിക്കപ്പുറത്തിന്റെ കാര്യം. വേലി നല്ല തിളച്ച വെള്ളമാണേ. അല്ല, എന്താണ് നിങ്ങളുടെ കഥയുടെ മറ്റേ വൃത്തം, ഇതിവൃത്തം? പറ. വളരെ വ്യത്യസ്തമായ ഒരു കഥാതന്തുവും കഥാപരിസരവുമാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ചെറുപ്പക്കാരായ ഒരു ഭാര്യയും ഭർത്താവും ദൂരെ 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 ഒരു മലഞ്ചെരുവിൽ അവരുടെ വീട് വെക്കുകയാണ്. അഭൗമിക സൗന്ദര്യത്തിനുടമയായ തന്റെ ഭാര്യയെ സംശയിക്കുന്ന ഭർത്താവ് വീടിനും പറമ്പിനും ചുറ്റും വലിയ വേലി കെട്ടുകയാണ്. പല രാത്രികളിലും ഈ വേലിക്കപ്പുറത്ത് നിന്ന് ആരോ വിളിക്കുന്നതായി ഇയാൾക്ക് തോന്നുന്നു. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നിട്ടും ആരെയും കണ്ടെത്തുന്നില്ല. കാലത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇയാൾക്ക് ഭ്രാന്ത് വരികയാണ് സാർ. തന്റെ വേലിക്ക് പുറത്ത് 5-6 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് പുതിയൊരു വീട് വെച്ച് ഇയാൾ അവിടെ താമസിക്കുകയും ഭാര്യയെ പഴയ വീട്ടിൽ പൂട്ടിയിട്ടിട്ട് കാത്തിരിക്കുകയും ചെയ്യുന്നിടത്താണ് എന്റെ വേലിക്കപ്പുറത്താർ പരിസമാപ്തിയാവുന്നത്. ഖസാക്കിന്റെ ഇതിഹാസത്തിലേതുപോലെയോ വിലാസിനുടെ അവകാശികളിലേതുപോലെയോ മനുഷ്യ മനസ്സുകളുടെ ബഹുലതകൾക്കിടയിലോട്ടുള്ള പലായനമാണ് സാർ എന്റെ വേലിക്കപ്പുറത്താർ. താങ്ക് യു സാർ. ആത്മഹത്യയാണോ? ഈ മഹാനുഭവൻ ആരാണ്? അതെന്റെ കൂട്ടുകാരനാണ്. സി മിസ്റ്റർ കോട്ടപ്പുറം ജോസഫേട്ടൻ. സാർ കാശിലും ഇതിലൊന്നല്ല കാര്യം, കഥയിൽ കാമ്പുണ്ടോ എന്നുള്ളതാണ്. നിങ്ങളുടെ കഥയുടെ 1 ലൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. നോവൽ ഞാനൊന്ന് വായിക്കട്ടെ, അതിൽ സ്റ്റഫ് ഉണ്ടോ എന്ന് അറിയണം. താങ്ക് യു സാർ. ശ്രീ കോട്ടപ്പുറം ജോസഫ് കൃതജ്ഞനായി. പോട്ടെ സാർ. ശരി. എടാ, നിന്നെ രാജമൗലി വിളിച്ചോടാ? വിളിച്ചെങ്കിൽ നീ ആ കാപ്പി കുടി. സാർ ബിൽ. എന്താ സന്ദീപ് ഇത്? സാറിന്റെ ബില്ല് മേടിക്കേ? നീ പോയേ പോയേ. കേട്ടോ സാറേ, ഈ ദീപു സാറ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് കഫെ തുടങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. ഒരു ലോണിന് വേണ്ടി എത്ര ബാങ്ക് ഞാൻ കയറി ഇറങ്ങിയെന്നറിയാമോ? അവസാനം ദീപു സാറിന്റെ ഒരു ഫോൺ കോളാണ് എല്ലാം ശരിയാക്കി തന്നത്. അത് മാത്രം ചേച്ചി, ദീപൻ സാർ എത്ര പാവപ്പെട്ട കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കണെന്ന് അറിയോ? ഇവനോ? എടാ ദീപു, എനിക്ക് പോണോടാ. അതെ, നീ എന്നെ ആ ബ്രോഡ്വേയിൽ ആക്കിയ അവിടെ നിന്ന് കല്യാണത്തിന് കുറച്ച് സാധനമൊക്കെ മേടിക്കാണ്ട്. ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കടാ.
വേണ്ടാ സാധനമൊക്കെ മേടിച്ചിട്ടേ ഞാനങ്ങ് പൊക്കോളാം. പോവാണ്. ആ ആ ശരി പിള്ളേരുടെ ഒരു കാര്യമല്ലേ പ്രതി? അല്ല എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്? നിങ്ങൾ ആ കടയിലെങ്കിലും ജീവിച്ചു പോകും. DIG-യുടെ ഷർട്ടും സാമിൻ്റെ നിക്കറും ആവിയുടെ വാച്ചും ബാഗ് ആരുടെയാണാവോ? കളിയാക്കിയൊന്നും വേണ്ട, ഞാൻ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു പണ്ട്. രാജാവിൻ്റെ ചിന്തയില്ല.